ഹായ് ഫ്രണ്ട്സ്, എംകോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എംകോം ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിനായിട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് പോളിസി പാർട്ട് 4 ആണ്. പാർട്ട് 4ൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിന്റെ ആൻസറുമാണ്. ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. കഴിഞ്ഞ പാർട്ടിലൊക്കെ പാർട്ട് 3 വരെ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ആ പാർട്ടിലൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിലൊക്കെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ അതിന്റെ ആൻസറും തന്നെയാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് തന്നെയാണ് കഴിഞ്ഞ പാർട്ടിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി പാർട്ട് 3 വരെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എങ്കിൽ എന്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോകുക. എന്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് പോളിസി എന്നൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള 3 പാർട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് പോളിസി പാർട്ട് 4 ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യവും അതിന്റെ ആൻസർ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ചോദ്യം ഇതാണ്. ബിസിനസ് എൻവിറോൺമെന്റ് ആൻഡ് പോളിസി എന്ന സബ്ജക്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഇൻ ദ കോമ്പറ്റീഷൻ ആക്ട് 2002? What are the main objectives and legal provisions in the Competition Act 2002? Expected short essay and essay question. അതായത് ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റൻ ആയിട്ടും അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് കോമ്പറ്റീഷൻ ആക്ട്, അതുപോലെ തന്നെ എന്താണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് ലീഗൽ പ്രൊവിഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. എന്താണ് കോമ്പറ്റീഷൻ ആക്ട് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം കൊടുക്കാം. അതിനുശേഷം കോമ്പറ്റീഷൻ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട്. അപ്പൊ നമ്മൾ ഒരു ആൻസർ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് ആദ്യം തന്നെ പറയുന്നു. അതിനുശേഷം അതിന്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നു. അതിനുശേഷം അതിന്റെ ലീഗൽ പ്രൊവിഷൻസ് പറയുന്നു. ഇത്രയാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ആദ്യം എന്ത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, കോമ്പറ്റീഷൻ ആക്ട് വരുന്നത് 16th December 2002 കോമ്പറ്റീഷൻ ആക്ട് വരുന്നത്. കോമ്പറ്റീഷൻ ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നിയന്ത്രിക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ, നല്ല കോമ്പറ്റീഷനെ കോമ്പറ്റീഷൻ ആക്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫെയർ ആയിട്ടുള്ള നല്ല കോമ്പറ്റീഷനെ കോമ്പറ്റീഷൻ ആക്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് കൺട്രോൾ ചെയ്യാനാവാത്ത ഒരുപാട് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഒരുപാട് മോശം രീതിയിലുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ ആക്ട് 2002 പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്. ഫെയർ കോമ്പറ്റീഷനെ കോമ്പറ്റീഷൻ ആക്ട് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷനെ, അധികം ഫെയർ അല്ലാത്ത, നമുക്ക് യോജിക്കാൻ കഴിയാത്ത കോമ്പറ്റീഷനെ ഒക്കെ എന്ത് ചെയ്യുന്നു, കോമ്പറ്റീഷൻ ആക്ട് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. കോമ്പറ്റീഷൻ ആക്ട് 2002 പ്രകാരം കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, കോമ്പറ്റീഷൻ ആക്ട് 2002 മുമ്പ് MRTP എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. മോണോപോളീസ് ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969. കോമ്പറ്റീഷൻ ആക്ട് 2002 വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് MRTP ആക്ട് ആയിരുന്നു. ഇപ്പോൾ MRTP ഇല്ല. ഇപ്പോൾ അതിന് പകരമായിട്ട് ഏത് ആക്ട് ആണ് വന്നിട്ടുള്ളത്? കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ് വന്നിട്ടുള്ളത്. 1969 കോമ്പറ്റീഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മോണോപോളീസ് ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് MRTP ആക്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം MRTP ആക്ട് റീപ്ലേസ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ ആക്ട് 2002 കടന്നു വന്നു. ഇപ്പോൾ MRTP ആക്ട് ഇല്ല. ഇപ്പോൾ ഉള്ളത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. ഓക്കെ, MRTP ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വരുന്നത്. കെയിം ചെയ്യുന്ന സമയം നോക്കുക. 16th December 2002 കോമ്പറ്റീഷൻ ആക്ട് വരുന്നത്. ദെൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് അപെക്സ് ബോഡി ഇൻ ദ കോമ്പറ്റീഷൻ ആക്ട്. കോമ്പറ്റീഷൻ ആക്ടിലെ എല്ലാ കാര്യങ്ങളും പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI എന്നാണ് പറയുക. അപെക്സ് ബോഡിയാണ്. കോമ്പറ്റീഷൻ ആക്ടിലെ ഒരു അപെക്സ് ബോഡിയാണ്. യെസ്, കോമ്പറ്റീഷൻ ആക്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, CCI. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് 2002? അപ്പൊ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. അതിനുശേഷം ലീഗൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓഫ് കോമ്പറ്റീഷൻ ആക്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് പ്രധാനമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതായത് ഏകദേശം ഒരു 3-4 ഒബ്ജക്റ്റീവ്സ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആണ്. ആ 4 ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഇതായിട്ട്
ഇതാണ് പറയുന്നത്. പ്രിവെന്റ് പ്രാക്ടീസസ് ദാറ്റ് ഹാവിംഗ് അഡ്വേഴ്സ് എഫക്ട് ഓൺ കോമ്പറ്റീഷൻ. അതായത് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ചിലപ്പോൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ, ഫെയർ കോമ്പറ്റീഷനെ മാർക്കറ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്. ഹാവിംഗ് അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ, അതായത് നമ്മുടെ കോമ്പറ്റീഷനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന, അഡ്വേഴ്സ് മീൻസ് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ കോമ്പറ്റീഷനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക, തടയുക എന്നുള്ളതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. കോമ്പറ്റീഷൻ ആക്ടിന്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് അതാണ്. നല്ല രീതിയിലുള്ള കോമ്പറ്റീഷനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യുക, തടയുക. ദെൻ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഫെയർ കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള നമുക്ക് യോജിച്ച് പോകാൻ കഴിയുന്ന മാർക്കറ്റ് കോമ്പറ്റീഷൻ, നല്ല ഫെയർ കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ. ദെൻ പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. കൺസ്യൂമേഴ്സിന്റെ താല്പര്യം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോകുന്ന സമയത്ത് നമ്മളുടെ സുരക്ഷയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്നുണ്ട്, കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം ഡീൽ ചെയ്യുന്നുണ്ട്. അതായത് കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങളും കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ എൻഷുർ ദ ഫ്രീഡം ഓഫ് ട്രേഡ്. എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വ്യാപാരി ആവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ട്രേഡ് നടത്താം. എല്ലാവർക്കും ഫ്രീഡം, ഓരോ വ്യക്തിക്കും വ്യാപാരം ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ദാറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. ഒരാൾ മാത്രം ഡൊമിനേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം എല്ലാവർക്കും ഉണ്ട്. ദാറ്റ് ഈസ് ഫോർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട്. ഈ 4 ഒബ്ജക്റ്റീവ്സ് നോക്കുക. ദെൻ അടുത്ത നമ്മളോട് ചോദ്യത്തിൽ പറയുന്നത് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട്. എന്തൊക്കെയാണ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് എന്ന് നോക്കാം. 3 കാര്യങ്ങളേ ഉള്ളൂ. ഈ 3 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളും അതിന്റെ സെക്ഷൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ 3 കാര്യങ്ങളും കോമ്പറ്റീഷൻ ആക്ടിന്റെ പ്രൊവിഷൻസും അതിന്റെ സെക്ഷൻസും നമുക്ക് നോക്കാം. ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട്. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ഓർ ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ് സെക്ഷൻ 3. Then prohibition of the abuse of dominance section 4. Then merger and acquisition or combination section 5. ഈ 3 സെക്ഷൻസും 3 കാര്യങ്ങളും കോമ്പറ്റീഷൻ ആക്ടിന്റെ ലീഗൽ പ്രൊവിഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ആ ഹെഡിൽ വരുന്നത് ഫോളോയിങ് പ്രാക്ടീസസ് ആർ പണിഷബിൾ. കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പണിഷബിൾ ആണ് എന്നാണ് പറയുന്നത്. എഗ്രിമെന്റ് ടു ലിമിറ്റ് പ്രൊഡക്ഷൻ നമ്മൾ ആദ്യത്തെ കോമ്പറ്റീഷൻ ആക്ടിലെ പ്രൊവിഷനിലെ ആദ്യത്തെ പ്രൊവിഷനാണ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്. കോമ്പറ്റീഷനെ തകർക്കുന്ന പ്രാക്ടീസസ് ഒക്കെ പണിഷബിൾ ആണ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 3 ആണ്. അപ്പൊ നമുക്ക് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഫോളോയിങ് ആർ പണിഷബിൾ. ദെൻ എഗ്രിമെന്റ് ടു ലിമിറ്റ് പ്രൊഡക്ഷൻ. നമ്മളുടെ ഇടയിലുള്ള വ്യാപാരികൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പണിഷബിൾ ആണ് എന്നാണ് പറയുന്നത്. എഗ്രിമെന്റ് ടു ലിമിറ്റ് പ്രൊഡക്ഷൻ മീൻസ് വാട്ട്? എഗ്രിമെന്റ് വരികയാണ് 100 കിലോ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 100 കിലോയിൽ കൂടുതൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുകയാണ്. 100 കിലോയിൽ കൂടുതൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇത് കോമ്പറ്റീഷനെ തകർത്തില്ലേ? കോമ്പറ്റീഷൻ തകർക്കുകയാണ്. കാരണം 100 കിലോയിൽ കൂടുതൽ പ്രൊഡക്ഷൻ നിങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. എഗ്രിമെന്റ് ടു ലിമിറ്റ് പ്രൊഡക്ഷൻ 100 കിലോയിൽ കൂടുതൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള എഗ്രിമെന്റ് നമ്മുടെ കോമ്പറ്റീഷനെ അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യാണ്. ഇത് കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അനുവദിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അനുവദിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പണിഷബിൾ ആണ്. എഗ്രിമെന്റ് ടു ലിമിറ്റ് പ്രൊഡക്ഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ. ഇത്ര കിലോ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, 100 കിലോ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, അതിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പണിഷബിൾ ആണ്. അങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പാടില്ല. ദെൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡിറ്റർമൈൻ ദ പർച്ചേസ് ഓർ സെയിൽസ് പ്രൈസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ പോയിന്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുകയാണ്. മറ്റാരോടും ആലോചിക്കാതെ ഒരാൾ പറയുകയാണ് 100 രൂപയാണ് ആ പ്രൊഡക്റ്റിന്റെ വില. ഇതൊരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. കാരണം എല്ലാവരെയും പരിഗണിച്ച് വേണം, അതായത് എല്ലാ വ്യാപാരികളെയും പരിഗണിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റിന്റെ വില നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 100 രൂപയാണ് ഒരു പ്രൊഡക്റ്റിന്റെ വില എന്ന് പറയുകയാണ്, സെയിൽ പ്രൈസ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ്, ഇൻഡയറക്ട്ലി പറയുകയാണ്. അപ്പൊ ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. എല്ലാവരോടും കൂടി ആലോചിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെയിൽസ് പ്രൈസ് തീരുമാനിക്കേണ്ടത്. ദെൻ ടൈ ഇൻ അറേഞ്ച്മെന്റ് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറയുകയാണ് ടൈ ഇൻ അറേഞ്ച്മെന്റ് മീൻസ്, ഞാൻ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം.
ഒരു പെന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ പെൻസിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കടയിൽ പോകുന്നതെന്ന് വിചാരിക്കുക. ഒരു പെൻസിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കടയിൽ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളോട് എന്താണ് പറയുക, ഷോപ്പ് ഓണർ പറയുകയാണെന്ന് വിചാരിക്കുക, ഈ സോപ്പ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പെന്ന് കിട്ടുകയുള്ളൂ, ഈ സോപ്പ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പെൻസിൽ കിട്ടുകയുള്ളൂ എന്ന് പറയുകയാണ്. ഈ സോപ്പ് വാങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് പെൻസിൽ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് സോപ്പിന്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങൾക്ക് പെൻസിലാണ് ഇവിടെ ആവശ്യം. നിങ്ങളോട് പക്ഷെ അവർ പറയുകയാണ് സോപ്പ് വാങ്ങിയാൽ മാത്രമേ പെൻസിൽ കിട്ടുള്ളൂ എന്ന് പറയുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സോപ്പ് ആവശ്യമില്ല, പെൻസിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ പറയുക, ഈ രണ്ട് പ്രൊഡക്റ്റിന്റെ ആവശ്യം നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് പെൻസിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളും ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ആയിട്ട് കണക്കാക്കും. ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസ് ഇതും പണിഷബിൾ ഒഫൻസ് ആണ്. ദെൻ ബിഡ് റിഗിംഗ്, കോൺട്രാക്റ്റിലൊക്കെ തിരിമറി കാണിക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചില കോൺട്രാക്റ്റുകളിൽ തിരിമറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബിഡ് റിഗിങ്ങിൽ ഉൾപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളും പണിഷബിൾ ആയിട്ട് നമ്മൾ എടുക്കും. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് പ്രകാരം പണിഷബിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 3 ആണ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് വരുന്നത്. സെക്ഷൻ 3 ആണ് വരുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്ഷൻ 3 ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ഓർ ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ് സെക്ഷൻ 4. പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ആണ് പ്രൊഹിബിഷൻ ഓഫ് അബ്യൂസ് ഓഫ് ഡൊമിനൻസ്. അതായത് ഒരു മാർക്കറ്റ് മുഴുവനായിട്ട് ഒരാൾ കീഴടക്കി വെച്ചിരിക്കുകയാണെങ്കിൽ, ഒരു മാർക്കറ്റ് മുഴുവനായിട്ട് അതൊരിക്കലും ശരിയായ നടപടിയാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഡൊമിനൻസ് ചെയ്തു വെക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു മാർക്കറ്റ് മുഴുവനായിട്ട് ഒരാളുടെ കീഴിലാണ്, അയാൾ പറയുന്നത് എന്തോ ആണ് ബാക്കിയുള്ളവരൊക്കെ അനുസരിക്കുക എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള കാര്യം ഒരിക്കലും കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അനുവദിക്കില്ല. ഡൊമിനന്റ് പൊസിഷൻ ആണെങ്കിൽ, ഒരു മാർക്കറ്റിൽ മുഴുവൻ അദ്ദേഹം കൈയടക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ അദ്ദേഹം പറയുന്നത് പോലെ കേട്ട് അനുസരിപ്പിക്കുന്ന ഒരു പരിപാടി ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അനുവദിക്കില്ല. ഡൊമിനന്റ് പൊസിഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഇതിൽ എന്താ പറയുക, കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം അനുവദിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യും, തടയിടും, എന്താ പറയുക, എൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്യും. മീൻസ് തടയും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഹിബിഷൻ മീൻസ് തടയും. ഇങ്ങനെയുള്ള ഡൊമിനന്റ് പൊസിഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യും, തടയും എന്നാണ് പറയുന്നത്. ദെൻ മെർജർ ആൻഡ് അക്വിസിഷൻ, ഏതെങ്കിലും, അതായത് നമുക്കറിയാം ഒരു രണ്ട് കമ്പനികൾ കൂടിച്ചേരുകയാണെന്ന് വിചാരിക്കുക, രണ്ട് മാർക്കറ്റ് കൂടിച്ചേരുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് മാർക്കറ്റ് കൈയാളി വെക്കുന്ന രണ്ട് കമ്പനികൾ, എ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ബി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള രണ്ട് കമ്പനികൾ മെർജ് ചെയ്യുന്ന സമയത്തും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, നമുക്കറിയാം കോമ്പറ്റീഷനിലെ അപ്പെക്സ് ബോഡി ആയിട്ടുള്ള കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ നേടണം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കമ്പനി മെർജറിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്കറിയാം എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും രണ്ട് കമ്പനികളാണെന്ന് വിചാരിക്കുക, രണ്ട് സെപ്പറേറ്റ് കമ്പനികളാണ്. ഈ രണ്ട് കമ്പനികൾ കൂടി ചേർന്ന് വലിയൊരു കമ്പനിയായി മാറുകയാണെന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്ന വേറൊരു കമ്പനിയും ബി എന്ന് പറയുന്ന വേറൊരു കമ്പനിയുടെ കൂടി ചേർന്നിട്ട് വലിയൊരു കമ്പനിയായി മാറുകയാണെന്ന് വിചാരിക്കുക. അതിന്റെ ടേൺ ഓവർ 1500 കോടിക്ക് മുകളിലും അതിന്റെ രണ്ട് കമ്പനിയുടെയും അസറ്റ്, കമ്പൈൻ ചെയ്തിട്ടുള്ള അസറ്റ് 1000 കോടിക്ക് മുകളിലുമാണ് എങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ നേടിയിരിക്കണം. ദാറ്റ് ഈസ് കോമ്പിനേഷൻ സെക്ഷൻ 5 അല്ലെങ്കിൽ മെർജർ ആൻഡ് അക്വിസിഷൻ സെക്ഷൻ 5 എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ ലീഗൽ പ്രൊവിഷൻ ആണ്. കോമ്പറ്റീഷൻ ആക്ടിന്റെ മൂന്നാമത്തെ ലീഗൽ പ്രൊവിഷൻ ആണ്. മെർജർ ആൻഡ് അക്വിസിഷൻ നടക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ CCIയുടെ പെർമിഷൻ നേടിയെടുത്തിട്ടുണ്ടാവണം. 1500 കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ എങ്കിലും 1000 കോടിക്ക് മുകളിലാണ് കമ്പൈൻഡ്, ആ രണ്ട് കമ്പനിയുടെ അസറ്റും, ആ മെർജ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് കമ്പനിയുടെ അസറ്റും 1000 കോടിക്ക് മുകളിലാണെങ്കിലും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ നേടിയിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ പ്രൊവിഷൻസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലീഗൽ പ്രൊവിഷൻ, നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സും ലീഗൽ പ്രൊവിഷൻസും ആണ് പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലീഗൽ പ്രൊവിഷൻസ് ഞാൻ റെഡിംഗിൽ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോവുകയാണ്. കോമ്പറ്റീഷൻ ആക്ട് ഞാൻ പറഞ്ഞത് 2002 വരുന്നത്. 1969 MRTP, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് വന്നു. ഇത് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വരുന്നത്. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വരുന്നത്. ഓക്കെ, ഇപ്പം MRTP ഇല്ല, ഇപ്പൊ കോമ്പറ്റീഷൻ ആക്ട് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാം. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, സെൽഫായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കോമ്പറ്റീഷൻ ആക്ട് ആൻഡ് MRTP, മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ടും കോമ്പറ്റീഷൻ ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് പ്രധാനമായിട്ടും നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചോദ്യം അതിന്റെ ആൻസർ ആണ്. പാർട്ട് 4 ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി വരാനുള്ളത് പാർട്ട് 5 ആണ്. പാർട്ട് 5 വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.